ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 15-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ഇന്ന ദിവസം ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമായ കർത്താവ് നൽകിയ കൽപ്പനയിലെ 5-ാമത്തെ കൽപ്പന, കൊല്ലരുത്. പുറപ്പാടിന്റെ പുസ്തകം 20:13 നമ്മോട് അങ്ങനെ പറയുന്നു. ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആരെയും കൊല്ലാനോ അല്ലെങ്കിൽ ആരുടെയും ജീവിതം നശിപ്പിക്കാനോ ജീവൻ നശിപ്പിക്കാനോ നമ്മൾ പരിശ്രമിക്കാറില്ല. പകരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, മറ്റുള്ളവരുടെ കുറവുകൾ പോരായ്മകൾ പരസ്പരം പങ്കുവയ്ക്കുക, മറ്റുള്ളവരെ തേജോവധം ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരിക. ഈശോ ഇന്ന ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മോട് പറയുക, സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണ്. 1 യോഹന്നാൻ 3:15 ആ ഒരു കാര്യം കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൊലപാതകം ചെയ്യുന്ന ആളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന, അവരുടെ സൽപ്പേരിനെ കളങ്കം പരത്തുന്നവരുടെ ജീവിതത്തിൽ നിത്യജീവൻ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ കടന്നു വരാറില്ലേ? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന, തിന്മ പറയുന്ന അവസ്ഥകൾ, അവരുടെ സൽപ്പേര് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് പരസ്പരം പങ്കുവെച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറില്ലേ? ഈശോയുടെ തിരുസന്നിധിയിൽ ഇന്നേ ദിവസം നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അതേപോലെ നമ്മൾക്ക് സഹോദരങ്ങളോടുള്ള വെറുപ്പ്, വിദ്വേഷം, പക, കോപം, പിണക്കം മറക്കാൻ പറ്റുന്നില്ല. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ, ചിരിക്കാൻ, ഒന്ന് കൂട്ടിമുട്ടിയാൽ മിണ്ടാത്ത അവസ്ഥ. ഈ അവസ്ഥയിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് ഈശോ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മോട് പറയുകയാണ്. നമ്മുടെ സഹോദരങ്ങളോട് രമ്യതപ്പെടാൻ പറഞ്ഞ കർത്താവ്, ബലിയർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് പറയുക, സഹോദരങ്ങളോട് ക്ഷമിക്കുക. സഹോദരങ്ങളോട് ദേഷ്യം കാണിക്കുന്നവൻ, സഹോദരനോട് വെറുപ്പുള്ളവൻ, മനസ്സിൽ വൈരാഗ്യമുള്ളവൻ, ഇതൊക്കെ ചെയ്യുന്നത് കൊലപാതകമാണ്, അല്ലെങ്കിൽ അവന്റെ ആ ഒരു തിന്മ എന്ന് പറയുന്നത് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. അതേപോലെ കുറ്റം പറയുന്ന അവസ്ഥകളൊക്കെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിന്റെ 3-ാം അധ്യായം 6-ാം തിരുവചനത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളൊന്നായ അത് ശരീരം മുഴുവൻ മലിനമാക്കുന്നു. തീയാകുന്ന അവസ്ഥ. നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ, മറ്റൊരാളോട് പറഞ്ഞാൽ അത് വീണ്ടും അടുത്ത ആളിലേക്ക് പോവുകയും അങ്ങനെ എല്ലാവരിലേക്കും അത് എത്തുകയും ചെയ്യുന്നു. പലപ്പോഴും അത് നശിപ്പിക്കപ്പെടുന്നത് ഒരാളുടെ ജീവിതത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ സൽപ്പേരിനെ ആയിരിക്കും. നല്ലതോ ചീത്തതയോ അല്ലെങ്കിൽ ശരിയോ തെറ്റോ എന്നറിയാതെ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പരസ്പരം പങ്കുവെച്ച് പോകുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നില്ലേ? ഈശോയിൽ പ്രിയമുള്ളവരെ, ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓർക്കുക, അത് മറ്റുള്ളവരുടെ ജീവനെ ഹനിക്കുന്ന തിന്മയായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന തിന്മയായിട്ട് മാറുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയും ബോധ്യവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ചുറ്റുമുള്ള എല്ലാവരിലും ഈശോയെ കണ്ടുകൊണ്ട്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്തയോടെ എല്ലാവരെയും സ്നേഹിക്കാൻ, ആരെയും ദ്വേഷിക്കാതിരിക്കാൻ, ചേർത്ത് പിടിക്കാനായിട്ടുള്ള കൃപകൾക്കായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ആഗ്രഹിക്കാം. നല്ല ഈശോ നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.